നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നോൺ സിംഗുലർ ട്രാൻസ്ഫോർമേഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഒരു നോൺ സിംഗുലർ ട്രാൻസ്ഫോർമേഷൻ ഉദ്ദേശിക്കുന്നത് നോക്കാം. ഡെഫിനിഷൻ: ദി ട്രാൻസ്ഫോർമേഷൻ zeta eta equal to zeta of x comma y comma eta of x comma y is called a non-singular transformation if the Jacobian zeta x into eta y minus zeta y into eta x of the transformation doesn't vanish at any point x comma y. അതായത് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെന്ന് കരുതുക. R2 ന്ന് R2 എടുക്കുക. ഓക്കെ, ഈ ട്രാൻസ്ഫോർമേഷൻ നോൺ സിംഗുലർ ട്രാൻസ്ഫോർമേഷൻ പറയാൻ, അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് കോർഡിനേറ്റ്സ് ആണെന്ന് പറയാനുള്ള കണ്ടീഷൻ, ഈ ട്രാൻസ്ഫോർമേഷന് ഇവിടുത്തെ ഒരു പോയിന്റിനെ എക്സ് കോമ വൈ ഞാൻ സീറ്റ ഓഫ് എക്സ് കോമ വൈ തീറ്റ ഓഫ് എക്സ് കോമ വൈ എന്നുള്ള ഈ പോയിന്റിൽ മാപ്പ് ചെയ്യുന്നുണ്ടെന്ന് കരുതും. സീറ്റയും ഈറ്റയും എക്സിലും വൈയിലുള്ള ഫങ്ഷൻസ്. ഈ ട്രാൻസ്ഫോർമേഷൻ നോൺ സിംഗുലർ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് കോർഡിനേറ്റ്സ് എന്ന് പറയാനുള്ള കണ്ടീഷൻ, ഈ ട്രാൻസ്ഫോർമേഷൻ്റെ ജാക്കോബിയൻ എന്താ വരിക? ഈ zeta x ഇൻറ്റു eta y മൈനസ് zeta y ഇൻറ്റു eta x R2ലുള്ള ഒരു പോയിന്റിലും വാനിഷ് ചെയ്യരുത്. അതായത് ജാക്കോബിയൻ നോട്ട് ഈക്വൽ ടു 0 ആവണം എല്ലാ പോയിന്റിലും, എക്സ് വൈ എന്നുള്ള എല്ലാ പോയിന്റിലും നോട്ട് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രാൻസ്ഫോർമേഷനെ നമ്മൾക്ക് നോൺ സിംഗുലർ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് കോർഡിനേറ്റ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ PDE ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഏതൊരു നോൺ സിംഗുലർ ട്രാൻസ്ഫോർമേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിലും ഈ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ടൈപ്പ് മാറൂല എന്നുള്ള റിസൾട്ടാണ്. അപ്പോൾ അടുത്ത ലെമ്മ നോക്കുക. ലെമ്മ: ദി ടൈപ്പ് ഓഫ് എ second order linear PDE in two variables is invariant under a change of coordinates. In other words, the type of the equation is an intrinsic property of the equation and is independent of the particular coordinate system. അതായത് നമ്മുടെ സെക്കൻഡ് ഓർഡർ ലീനിയർ PDE നമ്മൾ XY കോർഡിനേറ്റിലാണ്, XY വേരിയബിളിലാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഈ വേരിയബിളിനെ ഒരു നോൺ സിംഗുലർ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് കോർഡിനേറ്റ്സ് വെച്ചിട്ട് ഈ വേരിയബിളിനെ മാറ്റി എഴുതി. ഓക്കെ, എക്സും വൈ എന്നുള്ള വേരിയബിളിലുള്ള സെക്കൻഡ് ഓർഡർ ലീനിയർ PDE നമ്മളൊരു നോൺ സിംഗുലർ ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട്, ഏതെങ്കിലും ഒരു നോൺ സിംഗുലർ ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് തീറ്റ ഈറ്റ എന്നുള്ള രണ്ട് വേരിയബിൾക്ക് മാറ്റി എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്കൻഡ് ഓർഡർ ലീനിയർ PDE ഏത് ടൈപ്പാണോ ആ ടൈപ്പ് തന്നെയായിരിക്കും നമ്മൾ മാറ്റി എഴുതിയ PDEൻ്റെ ടൈപ്പ്. ഓക്കെ, ലെമ്മ: ദി ടൈപ്പ് ഓഫ് എ സെക്കൻഡ് ഓർഡർ ലീനിയർ PDE ഇൻ ടു വേരിയബിൾസ് ഈസ് ഇൻവേരിയൻറ്റ് അണ്ടർ എ ചേഞ്ച് ഓഫ് കോർഡിനേറ്റ്സ്. ഇൻ അതർ വേർഡ്സ്, ദി ടൈപ്പ് ഓഫ് ദി ഇക്വേഷൻ ഈസ് an intrinsic property of the equation and is independent of the particular coordinate system. അതായത് ഈ ലെമ്മ പറയുന്നത്, നമ്മളെ കയ്യിൽ ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ PDE ഉണ്ടെന്ന് കരുതുക. യു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും എക്സും വൈയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ PDE. ഞാൻ ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ ഒരു നോൺ സിംഗുലർ ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് മാറ്റി എഴുതിയെന്ന്. എക്സ് വൈ എന്നുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് സീറ്റ ഈറ്റ എന്നുള്ള വേരിയബിൾക്ക് മാറ്റി. അപ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്കൻഡ് ഓർഡർ ലീനിയർ PDE സീറ്റ ഈറ്റ വേരിയബിൾസിൽ മാറ്റി എഴുതാം. തിയറം പറയുന്നത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത എക്സ് വൈ എന്നുള്ള രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും യു എന്നുള്ള
ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഉള്ള സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡി ഏത് ടൈപ്പാണോ, അതായത് ഹൈപ്പർബോളിക് ആണോ, അല്ലെങ്കിൽ പരാബോളിക് ആണോ, അല്ലെങ്കിൽ എലിപ്റ്റിക് ആണോ, ഏത് ടൈപ്പാണോ അതേ ടൈപ്പ് തന്നെയായിരിക്കും നമ്മൾ മാറ്റി എഴുതിയ പി ഡി ജീറ്റ ഈറ്റ എന്നുള്ള വേരിയബിളിൽ മാറ്റി എഴുതിയ പി ഡിയും അതേ ടൈപ്പ് തന്നെയായിരിക്കും. അതായത് ടൈപ്പ് ഓഫ് ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡിന്റെ ടൈപ്പ് ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ്, ഇക്വേഷന്റെ ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ്. അത് നമ്മളുടെ വേരിയബിളിനെ അല്ലെങ്കിൽ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാം. പ്രൂഫ് കൺസിഡർ LU, let LU equal to AUXX plus 2BUYY 2BUXY XY plus CUYY plus DUX plus EUY plus FU equal to G. ആദ്യം തന്നെ നമ്മളൊരു സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡി കൺസിഡർ ചെയ്യും. ഓക്കെ, നമ്പർ ചെയ്യുക 1. നമുക്ക് ഈ ഇക്വേഷൻ ഇനി ആവശ്യമില്ല. ഇക്വേഷൻ നമ്പർ 1. ഈ ഇക്വേഷൻ ഏത് ടൈപ്പ് ആണോ എന്ന് മനസ്സിലാക്കുക എങ്ങനെയാണ്? ഇതിൻ്റെ ഡിസ്ക്രിമിനൻറ്റിൻ്റെ സൈൻ നോക്കണം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 1ൻ്റെ ഡിസ്ക്രിമിനൻറ്റ് del of L will be equal to B square minus AC. ഓക്കെ, ഇനി നമ്മൾ ഈ ഇക്വേഷനെ ഒരു നോൺ സിംഗുലർ ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് മാറ്റി എഴുതുകയാണ്. അതായത് എക്സിനെയും വൈനെയും നമ്മൾ ഒരു നോൺ സിംഗുലർ ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് പുതിയ രണ്ട് വേരിയബിൾസ് ആയിട്ട് മാറ്റി എഴുതുക. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ എഴുതുകയാണ്. ലെറ്റ് പുതിയ വേരിയബിൾസ്, പുതിയ കോർഡിനേറ്റ് സിസ്റ്റം തീറ്റ ഈറ്റ ഈക്വൽ ടു zeta of x comma y comma eta of x comma y be a non-singular transformation, be a non-singular transformation. നമ്മൾക്ക് ഇനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1നെ മാറ്റി എഴുതിയാൽ, അതായത് ഇക്വേഷൻ നമ്പർ 1നെ ഇൻ ടേംസ് ഓഫ് സീറ്റ ഈറ്റയിൽ റെപ്രസെൻ്റ് ചെയ്താൽ ആ കിട്ടിയ ഇക്വേഷൻ നമ്പർ 1ഉം ഒരേ ടൈപ്പാന്ന് പ്രൂവ് ചെയ്യണം. അതായത് നമ്മൾക്ക് പുതുതായി കിട്ടിയ ഇക്വേഷൻ്റെ ഡിസ്ക്രിമിനൻറ്റിൻ്റെ സൈനും ഇക്വേഷൻ നമ്പർ 1ൻ്റെ ഡിസ്ക്രിമിനൻറ്റിൻ്റെ സൈനും ഒന്ന് തന്നെയാണ് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇപ്പോൾ തന്ന ട്രാൻസ്ഫോർമേഷൻ നോൺ സിംഗുലർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ജാക്കോബിയൻ വാനിഷ് ചെയ്യില്ല എന്ന് പറയാം. R2ലുള്ള ഒരു പോയിന്റിലും അതിൻ്റെ ജാക്കോബിയൻ വാനിഷ് ചെയ്യില്ല എന്ന് പറയാം. അപ്പോൾ ദെൻ ജാക്കോബിയൻ J equal to zeta x into eta y minus zeta y into eta x not equal to 0 for all x comma y belongs to R, അല്ലെങ്കിൽ ordered pair x comma y belongs to R2. ഓക്കെ, now let ഞാനൊരു പുതിയൊരു ഫംഗ്ഷൻ W ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എങ്ങനെ നോക്കാം? now let W of zeta eta is equal to U of x of zeta eta comma y of zeta eta. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ് ഞാൻ ചെയ്യുന്നത്. U of x y എന്നുള്ള ഫംഗ്ഷന് U of x y എന്നുള്ള ഫംഗ്ഷൻ
നമ്മൾക്ക് എക്സ് വൈ വേരിയബിളിലായിരിക്കും തന്നിട്ടുണ്ടാവുക. ആ ഫംഗ്ഷനെ നമ്മൾക്ക് സീറ്റ ഈറ്റയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. കാരണം നോക്കുക, നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ്റെ ജേക്കോബിയൻ നോട്ട് ഈക്വൽ ടു 0 ആണ്. അതായത് നമ്മൾക്ക് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ തിയറി പ്രകാരം നമ്മൾക്ക് ഇനി എന്ത് പറയാം, എക്സിനെയും വൈനെയും ഇൻ ടേംസ് ഓഫ് സീറ്റ ആൻഡ് ഈറ്റയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് യു ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷനെ നമ്മൾ കോർഡിനേറ്റ്സ് മാറ്റുക, അല്ലെങ്കിൽ വേരിയബിൾസ് മാറ്റിയിട്ട് സീറ്റ ഈറ്റ എന്നുള്ള വേരിയബിൾസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫംഗ്ഷനെ ഞാൻ ഡബ്ല്യു എന്ന് വിളിച്ചു. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ, ഈ ഡബ്ല്യു സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാവും, സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാവും. ആ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ടൈപ്പും ഇക്വേഷൻ നമ്പർ 1ൻ്റെ ടൈപ്പും സെയിം തന്നെയാണ് പ്രൂവ് ചെയ്യണം. അതായത് ഇക്വേഷൻ നമ്പർ 1ൻ്റെ ഡിസ്ക്രിമിനൻറ്റിൻ്റെ സൈനും നമ്മൾ ഇനി കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിസ്ക്രിമിനൻറ്റിൻ്റെ സൈനും ഒന്ന് തന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ക്ലെയിം എന്താ, W is a solution of a second order linear partial differential equation, second order linear partial differential equation PDE of the same type as that of 1. ഓക്കെ, അപ്പോൾ പ്രൂവ് ചെയ്യാം. നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ഇവിടെ കൊടുത്തു. ഈ W ഓഫ് തീറ്റ ഈറ്റ ഈക്വൽ ടു യു ഓഫ് എക്സ് ഓഫ് സീറ്റ കോമ ഈറ്റ കോമ വൈ ഓഫ് സീറ്റ കോമ ഈറ്റ എന്നുള്ള ഈ റെപ്രസെൻറ്റേഷന് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കും, നമ്പർ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾക്ക് W സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ PDE കൺസ്ട്രക്ട് ചെയ്യണം. അത് കൺസ്ട്രക്ട് ചെയ്യാൻ ഈസിയാണ്. നമ്മൾക്ക് W ഈക്വൽ ടു യു ഓഫ് എക്സ് ഓഫ് സീറ്റ ഈറ്റ കോമ വൈ ഓഫ് സീറ്റ ഈറ്റ എന്നുള്ള ഈ എക്സ്പ്രഷനിൽ നമ്മൾക്ക് ഇക്വേഷൻ നമ്പർ 1ൽ യു എക്സും യു എക്സ് എക്സും യു എക്സ് വൈയും യു വൈ വൈയും യു എക്സും യു വൈയും യുവും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് W സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ആ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൈൻ ഡിസ്ക്രിമിനൻറ്റിൻ്റെ സൈനും ഇക്വേഷൻ നമ്പർ 1ൻ്റെ ഡിസ്ക്രിമിനൻറ്റിൻ്റെ സൈനും ഒന്ന് തന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾക്ക് W സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ PDE കൺസ്ട്രക്ട് ചെയ്യാം. നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഇക്വേഷൻ നമ്പർ 2 വെച്ചിട്ട് യു എക്സും യു വൈയും യു പിന്നെ യു എക്സ് എക്സും യു എക്സ് വൈയും യു വൈ വൈയും ഒക്കെ ഇൻ ടേംസ് ഓഫ് ഡബ്ല്യുവിൽ റെപ്രസെൻറ്റ് ചെയ്യാം. W ആൻഡ് സീറ്റ ഈറ്റയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾക്ക് ബൈ ഇക്വേഷൻ നമ്പർ 2 യു എക്സ് എന്ത് വരും, ബൈ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. യു എക്സ് വിൽ ബി ഈക്വൽ ടു യു എക്സ് കാണുമ്പോൾ നമുക്ക് ആദ്യം ഡബ്ല്യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. W സീറ്റനെയും ഈറ്റനെയും ഡിപ്പെൻഡ് ചെയ്യും, സീറ്റയും ഈറ്റയും എക്സിനെയും വൈനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ യു എക്സ് എന്ത് വരും, W സീറ്റ എക്സ് പ്ലസ് W ഈറ്റ എക്സ്, ഇതാണ് യു എക്സ് വരും. ഇക്വേഷൻ നമ്പർ 3 കൊടുക്കുക. അതേപോലെ തന്നെ യു വൈ എന്തായിരിക്കും വരും, വരാ by equation 2 ui will be W zeta y. By chain rule we can write ui equal to W eta y into W zeta y into W eta y. Okay, equation number 4. നമുക്ക് ux കിട്ടി, uy കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ കിട്ടണം, യു എക്സ് എക്സ് കിട്ടണം, യു എക്സ് വൈ കിട്ടണം, യു വൈ വൈ കിട്ടണം. അപ്പോൾ ഇനി നമുക്ക് യു എക്സ് എക്സ് എന്താണെന്ന് നോക്കാം. യു എക്സ് എന്താണെന്ന് നമുക്കറിയാം. ഇനി യു എക്സ് എക്സ്
will be equal to ux of x. ux എന്താണെന്ന് നമുക്കറിയാം in terms of w zeta w zeta zeta x plus w eta eta x substitute ചെയ്തു w zeta zeta x plus w eta eta x of x ഓഫ് അല്ല വീണ്ടും എക്സിൽ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇവിടെ ഇനി നോക്കുക പ്രൊഡക്റ്റ് റൂളും അപ്ലൈ ചെയ്യേണ്ടി വരും. പ്രൊഡക്റ്റ് റൂളും ചെയിൻ റൂളും ഒരുമിച്ച് അപ്ലൈ ചെയ്യേണ്ടി വരും. നോക്കുക w zeta zറ്റനെയും ഈറ്റനെയും ഡിപ്പെൻഡ് ചെയ്യും, gt ഈറ്റയും എക്സിനെയും വൈനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇവിടെ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യും, എക്സിലാണല്ലോ പാർഷ്യൽ ഡെറിവേറ്റീവ് കാണും. അപ്പോൾ ആദ്യം നമ്മൾക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. പ്രോഡക്റ്റ് റൂളിൻ്റെ കൂടെ തന്നെ ചെയിൻ റൂളും അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ ടേം ആദ്യം പാർഷ്യൽ ഡെറിവേറ്റീവിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ടേമിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ w zറ്റനെ അതേപോലെ നിർത്തുക, zeta എക്സിന് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, zeta എക്സ് 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 പ്ലസ് ഇനി w zറ്റനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിനെ zeta എക്സിനോട് മൾട്ടിപ്ലൈ ചെയ്യുക, പ്രോഡക്റ്റ് റൂൾ. അപ്പോൾ w zeta zറ്റനെയും ഈറ്റനെയും ഡിപ്പെൻഡ് ചെയ്യും, gt ഈറ്റയും എക്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ചെയിൻ റൂൾ ഉപയോഗിക്കാം. അപ്പോൾ w zeta 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 x പ്ലസ് w zeta eta eta x വരും. ഓക്കെ, ഇനി രണ്ടാമത്തെ ടേമിന് ഇതേപോലെ ഡിഫറൻഷിയേറ്റ് പ്ലസ് ആദ്യം w ഈറ്റനെ അതേപോലെ നിലനിർത്തി zeta എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ zeta എക്സ് എക്സ് പ്ലസ് ഇനി w ഈറ്റനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ w ഈറ്റ zറ്റനെയും ഈറ്റനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ w zeta eta eta x പ്ലസ് w eta 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 x. ഓക്കെ, ഇതേപോലെ വരും. ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. ആദ്യം ഇൻറ്റു സോറി ഇവിടെ ഒരു ടേം വിട്ട് പോയിട്ടുണ്ട്. ഈ ടേമിനെ ഈ ടാക്സിനോട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഈ zeta എക്സിനെയും ഈ ടാക്സിനെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ w zeta zeta x x ഇനി രണ്ടാമത്തെ ടേമിൽ zeta എക്സിനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ w eta 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 x ഇൻറ്റു eta x വരും, eta x ഹോൾ സ്ക്വയർ പ്ലസ് w zeta eta eta x zeta x വരും, അതിന് ഞാൻ zeta x eta x എന്ന് പ്ലസ് ഇനി അടുത്ത ടേം w eta eta x x പ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക eta എക്സിന് w zeta eta zeta zeta x eta x പ്ലസ് w eta 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 x ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. ആദ്യം w-ലുള്ള സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒക്കെ എഴുതുക. ആദ്യം w zeta zeta എന്നുള്ളത് w zeta 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 x സ്ക്വയർ. ഇനി മിക്സ്ഡ് ഡെറിവേറ്റീവ്സ് വരുന്ന ടേം ഇവിടെ നോക്കുക. ഇവിടെ ഒരു w zeta eta ഉണ്ട്, ഇവിടെ ഒരു w zeta eta ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും ടേം ആഡ് ചെയ്താൽ 2 ടൈംസ് w zeta eta zeta x eta x. ഓക്കെ, ഇനി
ഡബ്ല്യു സീറ്റ എന്നുള്ള ടേം കിട്ടും. ഡബ്ല്യു ഈറ്റ 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 എക്സ് സ്ക്വയർ പ്ലസ് ഇനി ബാക്കിയുള്ള ടേം ഡബ്ല്യു ഈറ്റ ഡബ്ല്യു സീറ്റ എക്സ് എക്സ് പ്ലസ് ഈ ടേം എഴുതി. ഇനി ഈ ടേം ഡബ്ല്യു ഈറ്റ ഈറ്റ എക്സ് എക്സ് നമ്പർ ചെയ്യാം. ഇക്വേഷൻ നമ്പർ 5. ഇനി സിമിലർലി we can find u y y എന്താ വരിക? u y of y this will be equal to u y എന്താന്ന് നമുക്കറിയാം. w ഈറ്റ ഈറ്റ w സീറ്റ y പ്ലസ് w ഈറ്റ y. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. w സീറ്റ y പ്ലസ് w ഈറ്റ y റെസ്പെക്ട് ടു y. നമുക്ക് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇവിടെ വ്യത്യാസം വരിക, നമ്മൾ യു എക്സിനെ എക്സിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്, നമ്മളിപ്പോൾ യു വൈനെ വൈയിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾക്ക് അവസാനം ഇക്വേഷൻ നമ്പർ 5ന്റെ റൈറ്റ് സൈഡിൽ കിട്ടിയ ടേംസിൻ്റെ സിമിലർ ആയിട്ടുള്ള ടേംസ് തന്നെയാണ് വരിക, പക്ഷേ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒക്കെ വൈയിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഡയറക്റ്റ്ലി എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. നോക്കുക, ഇങ്ങനെയായിരിക്കും വരിക. ഡബ്ല്യു ഈറ്റ 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 വൈ സ്ക്വയർ വരും, എക്സിലോടത്തൊക്കെ വൈ വരും, പ്ലസ് 2 ടൈംസ് ഡബ്ല്യു സീറ്റ ഈറ്റ സീറ്റ എക്സ് സീറ്റ വൈ ഈറ്റ വൈ പ്ലസ് ഡബ്ല്യു ഈറ്റ 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 വൈ സ്ക്വയർ പ്ലസ് ഡബ്ല്യു ഈറ്റ w സീറ്റ വൈ വൈ പ്ലസ് w ഈറ്റ വൈ വൈ. ഇക്വേഷൻ നമ്പർ 6 കൊടുക്കുക. ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വെരിഫൈ ചെയ്യുക. ഇതേപോലെയുള്ള സ്റ്റെപ്പിൽ നമ്മൾ ഇക്വേഷൻ നമ്പർ 5 കൺസ്ട്രക്ട് ചെയ്തെടുത്ത അതേ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. നമ്മൾ വേരിയബിൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന വേരിയബിൾ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ, അതിനനുസരിച്ച് നമ്മൾ ഇക്വേഷൻ നമ്പർ 5 കിട്ടാൻ നമ്മൾക്ക് എക്സിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 5ൽ എക്സ് ഉള്ളിടത്തൊക്കെ വൈ വരുന്ന മാറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വെരിഫൈ ചെയ്യാം. ഓക്കെ, ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് വെരിഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് യു എക്സ് കിട്ടി, യു എക്സ് എക്സ് കിട്ടി, യു വൈ വൈ കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്, ബാക്കിയുള്ളത് മിക്സ്ഡ് ഡെറിവേറ്റീവ് ആണ് യു എക്സ് വൈ. യു എക്സ് വൈ വിൽ ബി ഈക്വൽ ടു യു എക്സ് ഓഫ് വൈ by equation number 3. Equation number 3, we have ux equal to w zeta x plus w eta x. Okay, this substitute ചെയ്തു കൊടുക്കുക. should be equal to w zeta x plus w eta x of y. ഓക്കെ, ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ആദ്യം സ്പ്ലിറ്റ് ചെയ്യുക, പിന്നെ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യുക, ചെയിൻ റൂൾ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ആദ്യം ഡബ്ല്യു സീറ്റനെ അതേപോലെ നിലനിർത്തി സീറ്റ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സീറ്റ എക്സ് വൈ കിട്ടും, പ്ലസ് ഇനി സീറ്റ എക്സിനെ അതേപോലെ നിലനിർത്തുക, ഡബ്ല്യു സീറ്റനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ചെയിൻ റൂൾ യൂസ് ചെയ്താൽ ഡബ്ല്യു സീറ്റ വൈ പ്ലസ് ഡബ്ല്യു സീറ്റ ഈറ്റ വൈ. ഓക്കെ, ചെയിൻ റൂൾ ഉപയോഗിച്ചിട്ട് ഡബ്ല്യു സീറ്റനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തതാണ് ഇൻറ്റു സീറ്റ എക്സ് എന്ന്. ഓക്കെ, ഈ രണ്ടാമത്തെ ടേം പ്ലസ്
രണ്ടാമത്തെ ടേമിന് ഇതേപോലെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ ആദ്യം ഡബ്ല്യു ഈറ്റനെ അതേപോലെ നിർത്തി ഈറ്റ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഈറ്റ എക്സ് വൈ പ്ലസ് ഡബ്ല്യു ഈറ്റ സീറ്റ സീറ്റ വൈ പ്ലസ് ഡബ്ല്യു ഈറ്റ 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 വൈ ഇൻറ്റു ഈറ്റ എക്സ് ഈറ്റ എക്സ്. ഇനി സീറ്റ എക്സിനെയും ഈറ്റ എക്സിനെയും ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഷിൽ ബി ഈക്വൽ ടു ഡബ്ല്യു സീറ്റ സീറ്റ എക്സ് വൈ പ്ലസ് ഡബ്ല്യു സീറ്റ 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 വൈ ഇൻറ്റു സീറ്റ എക്സ് വരും, അതിന് ഞാൻ സീറ്റ എക്സ് സീറ്റ വൈ പ്ലസ് ഡബ്ല്യു സീറ്റ ഈറ്റ ഈറ്റ വൈ ഇൻറ്റു സീറ്റ എക്സ് വരും, ഇതിന് ഞാൻ സീറ്റ എക്സ് ഇൻറ്റു ഈറ്റ വൈ പ്ലസ് ഇനി അടുത്ത ടേം ഡബ്ല്യു ഈറ്റ ഈറ്റ എക്സ് വൈ പ്ലസ് ഇനി ഈറ്റ എക്സിനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഡബ്ല്യു ഈറ്റ സീറ്റ ഈറ്റ വൈ ഇൻറ്റു സീറ്റ വൈ ഇൻറ്റു ഈറ്റ എക്സ് വരും, ഈറ്റ വൈ ഇൻറ്റു സീറ്റ എക്സ് പ്ലസ് ഡബ്ല്യു ഈറ്റ 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 എക്സ് ഈറ്റ വൈ. ഓക്കെ, ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. ഡബ്ല്യുവിൻ്റെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വരുന്ന ടേംസ് ആദ്യം എഴുതും. അപ്പോൾ ഡബ്ല്യു ഈറ്റ ഈറ്റ ഈ ടേം ഡബ്ല്യു ഈറ്റ 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 എക്സ് സീറ്റ ഡബ്ല്യു സീറ്റ 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 എക്സ് സീറ്റ വൈ പ്ലസ് ഇനി മിക്സ്ഡ് ഡെറിവേറ്റീവ് വരുന്ന ടേം ഡബ്ല്യു ഈറ്റ സീറ്റ ഈറ്റ ഇൻറ്റു നമുക്ക് രണ്ട് ടേം ഉണ്ടാവും. ഇവിടെ ഒരു ടേം ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു ടേം ഉണ്ട്. ഡബ്ല്യു സീറ്റ ഈറ്റയും ഡബ്ല്യു ഈറ്റ സീറ്റയും സെയിം ആയിരിക്കും ബൈ മിക്സ്ഡ് ഡെറിവേറ്റീവ് തിയറം. ഡബ്ല്യു എന്നുള്ള ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒക്കെ കണ്ടിന്യൂസ് ആണെന്ന് കരുതുക, സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസ് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ മിക്സ്ഡ് ഡെറിവേറ്റീവ്സ് ഈക്വൽ ആയിരിക്കും, മിക്സ്ഡ് ഡെറിവേറ്റീവ് തിയറം. അപ്പോൾ ഈ ടേം ഇപ്പോൾ ടിക്ക് ചെയ്ത ഈ ടേമും ഈ ടേമിലും വരുന്ന ഡബ്ല്യു സീറ്റ ഈറ്റ എന്നുള്ള ടേമും ഡബ്ല്യു ഈറ്റ സീറ്റ എന്നുള്ള ടേമും സെയിം ആയിരിക്കും, അതിനെ ഞാൻ കോമൺ എടുത്തു. ഇനി ബാക്കിയുള്ള ടേം സീറ്റ എക്സ് ഈറ്റ വൈ പ്ലസ് സീറ്റ വൈ ഈറ്റ എക്സ് വരും. ഇനി ഡബ്ല്യു ഈറ്റ ഈറ്റ വരുന്ന ടേം എഴുതാം, ഈ ടേം ഡബ്ല്യു ഈറ്റ 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 എക്സ് ഈറ്റ വൈ. ഇനി ബാക്കി വരുന്ന ടേംസ് ഏതൊക്കെ? ഈ ടേമും ഈ ടേമും. ഓക്കെ, അതിനെഴുതി പ്ലസ് ഡബ്ല്യു സീറ്റ സീറ്റ എക്സ് വൈ പ്ലസ് ഡബ്ല്യു ഈറ്റ ഈറ്റ എക്സ് വൈ. ഓക്കെ, ഇതിനെ ഇക്വേഷൻ നമ്പർ 7 എന്ന് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇക്വേഷൻ 3, 4, 5, 6, 7 ഈ ഇക്വേഷൻസിനെ ഇക്വേഷൻ നമ്പർ 1-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇക്വേഷൻ നമ്പർ 1-നെ ഇൻ ടേംസ് ഓഫ് ഡബ്ല്യുവിലും അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സിലും മാറ്റി എഴുതാം. ഓക്കെ, അതാണ് ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ.